Bahrain Roundup, brought to you by Lulu Exchange and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഓഗസ്റ്റ് 5 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരെ കണ്ടെത്താനായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ബഹ്റൈനിലെമ്പാടും ജൂലൈ മാസത്തിൽ 3633 പരിശോധനകളും സന്ദർശനങ്ങളും നടത്തി. പരിശോധനയിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് 114 തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നിയമലംഘകരായ 420 പേരെ രാജ്യത്ത് നിന്ന് നാടുകടത്തി. കഴിഞ്ഞ മാസത്തെ പരിശോധനകളിൽ 3449 എണ്ണം വാണിജ്യ സ്ഥാപനങ്ങളിലെ നേരിട്ടുള്ള സന്ദർശനങ്ങളായിരുന്നു. കൂടാതെ വിവിധ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ച് 184 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു. അനധികൃത തൊഴിൽ രീതികൾ തടയുന്നതിനും തൊഴിൽ വിപണിയുടെ സ്ഥിരത സംരക്ഷിക്കുന്നതിനുമായി വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് LMRA വ്യക്തമാക്കി. അമേരിക്ക നടപ്പിലാക്കുന്ന പുതിയ വിസ ബോണ്ട് പദ്ധതിയിൽ നിന്ന് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ ഒഴിവാക്കി. US സന്ദർശിക്കുന്നതിനായി 50 രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർ $15,000 വരെ തിരികെ ലഭിക്കുന്ന ഡെപ്പോസിറ്റ് കെട്ടിവയ്ക്കണമെന്നാണ് പുതിയ നിയമം. നിർദ്ദിഷ്ട പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള B1, B2 വിസകൾക്ക് അപേക്ഷിക്കുന്നവർക്കാണ് ഈ പദ്ധതി ബാധകമാകുന്നത്. അപേക്ഷകൻ എത്ര തുകയാണ് ബോണ്ടായി നൽകേണ്ടതെന്ന് വിസ ഇന്റർവ്യൂ സമയത്ത് US കൗൺസിലർ ഓഫീസർ തീരുമാനിക്കും. സന്ദർശകർ വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി തങ്ങുന്നത് തടയാനാണ് US ഭരണകൂടം ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ GCC രാജ്യങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് ഈ മേഖലയിലെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. പൗരന്മാർക്കും പ്രവാസികൾക്കും പെൻഷൻ, സോഷ്യൽ ഇൻഷുറൻസ് വിവരങ്ങൾ ലളിതമായി ലഭ്യമാക്കുന്നതിനായി പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോട്ട് സംവിധാനം നടപ്പിലാക്കാൻ ബഹ്റൈൻ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ നടപടികൾ ആരംഭിച്ചു. പദ്ധതിക്കായി യോഗ്യരായ കമ്പനികളിൽ നിന്ന് നിലവിൽ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. അറബിക്, ഇംഗ്ലീഷ് ഭാഷകൾക്ക് പുറമെ മലയാളം, ഹിന്ദി, തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിലും ഈ സേവനം ലഭ്യമാകും. ടെക്സ്റ്റ് മെസ്സേജുകൾക്ക് പുറമെ വോയിസ് നോട്ടുകൾ വഴിയും ചാറ്റ് ബോട്ടുമായി സംസാരിക്കാൻ സാധിക്കും. വെബ്സൈറ്റിലും വാട്സാപ്പിലും ഇത് ലഭ്യമാക്കും. ഓഗസ്റ്റ് 18 ടെൻഡർ സമർപ്പിക്കാനുള്ള അവസാന തീയതി. കഴിഞ്ഞ വർഷം 740.7 ദശലക്ഷത്തിലധികം ബഹ്റൈൻ ദിനാറാണ് പെൻഷൻ ആനുകൂല്യങ്ങളായി SIO വിതരണം ചെയ്തത്. കോൺസുലർ സേവനങ്ങൾ, പ്രതിരോധ സഹകരണം, സാംസ്കാരിക കൈമാറ്റം എന്നിവയിൽ കൈവരിച്ച നിർണായക നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ അംബാസിഡർ HE വിനോദ് കുര്യൻ ജേക്കബാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ വളർച്ച വിശദീകരിച്ചത്. മനാമയിലെ ബഹ്റൈൻ മാളിൽ പുതിയ ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്റർ ആരംഭിച്ചതിന്റെ 1ാം വാർഷികമാണ് പ്രധാനം. ഇതോടൊപ്പം ബഹ്റൈൻ പൗരന്മാർക്കായി ആരംഭിച്ച വിസ സംവിധാനവും 1 വർഷം പൂർത്തിയാക്കി. 4000-ഓളം ബഹ്റൈൻ പൗരന്മാരാണ് ഇതിനകം ഇത് ഉപയോഗപ്പെടുത്തിയത്. എംബസിയുടെ ഫോക്കസ് സ്റ്റേറ്റ് പദ്ധതിയുടെ ഭാഗമായി നിലവിൽ കേരളത്തെയും പുതുച്ചേരിയെയും കേന്ദ്രീകരിച്ചുള്ള പ്രദർശനവും ബഹ്റൈൻ ഇന്ത്യ ചരിത്രപരമായ സൗഹൃദം പ്രമേയമാക്കി 3 ഘട്ടങ്ങളിലായുള്ള ചിത്രകലാ പ്രദർശനവും സംഘടിപ്പിച്ചു വരുന്നു. വിപണിയിലെ സ്ഥിരത നിലനിർത്തുന്നതിനായി കഴിഞ്ഞ 4 മാസത്തിനിടെ ബഹ്റൈൻ വ്യവസായ വാണിജ്യ മന്ത്രാലയം 3000-ലധികം പരിശോധനകൾ പൂർത്തിയാക്കി. രാജ്യത്തുടനീളമുള്ള വിവിധ വിപണികളിലായി മൊത്തം 3191 പരിശോധനാ സന്ദർശനങ്ങളാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. പരിശോധനകളിൽ 178 നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിയമലംഘനം നടത്തിയ 31 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. ഇതിൽ 8 സ്ഥാപനങ്ങൾ പൂട്ടിയിടാൻ ഉത്തരവിട്ടു. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച 494 പരാതികളിൽ മന്ത്രാലയം അന്വേഷണം നടത്തി പരിഹാരം കണ്ടു. വിലക്കയറ്റവും അനധികൃത വ്യാപാര രീതികളും തടയാൻ വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിപണിയിലെ നിയമലംഘനങ്ങൾ വാട്സാപ്പ്, ഇമെയിൽ അല്ലെങ്കിൽ തവാസുൽ ആപ്പ് വഴി പൊതുജനങ്ങൾക്ക് മന്ത്രാലയത്തെ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി 13-കാരിയായ പെൺകുട്ടിയെ കെണിയിൽപ്പെടുത്തി ചൂഷണത്തിനിരയാക്കിയ 21-കാരൻ ബഹ്റൈനിൽ അറസ്റ്റിലായി. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റാണ് പ്രതിയെ പിടികൂടിയത്. പരാതി ലഭിച്ച ഉടൻ തന്നെ അധികൃതർ അന്വേഷണം ആരംഭിക്കുകയും തെളിവുകൾ ശേഖരിച്ച് പ്രതിയെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കേസിലെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ജാഗ്രത തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി.
കൺസൾട്ടന്റ് അനസ്തെറ്റോളജിസ്റ്റായ ഡോക്ടറുടെ ശമ്പളത്തിൽ നിന്നും വാടക അലവൻസിൽ നിന്നും അനധികൃതമായി തുക പിടിച്ചെടുത്ത കേസിൽ സ്വകാര്യ ആശുപത്രിക്ക് തിരിച്ചടി. ഡോക്ടർക്ക് 2854 ബഹ്റിൻ ദിനാറിലധികം നഷ്ടപരിഹാരം നൽകാൻ ബഹ്റിൻ ഫസ്റ്റ് ഹൈ ലേബർ കോടതി ഉത്തരവിട്ടു. പിടിച്ചെടുത്ത തുകയിനത്തിൽ 1021 ദിനാറും ഉപയോഗിക്കാത്ത വാർഷികാവധിക്ക് പകരമായി 1833 ദിനാറുമാണ് കോടതി അനുവദിച്ചത്. കൂടാതെ ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചതിനായുള്ള നഷ്ടപരിഹാരവും കോടതി ചെലവുകളും ആശുപത്രി മാനേജ്മെന്റ് തന്നെ വഹിക്കണം. ആശുപത്രി നൽകിയ വാദങ്ങളും തെളിവുകളും അപൂർണമാണെന്ന് കണ്ടെത്തിയാണ് ഡോക്ടറുടെ വാദങ്ങൾ കോടതി ശരിവച്ചത്. ബസ്സിന് പിന്നിൽ കാറിടിച്ചുണ്ടായ ദാരുണ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ കാർ ഡ്രൈവറെ പബ്ലിക് പ്രോസിക്യൂഷൻ കസ്റ്റഡിയിൽ വിട്ടു. മദ്യപിച്ചെത്തി ശ്രദ്ധയില്ലാതെ വാഹനമോടിച്ച പ്രതി ബസ്സിന് പിന്നിൽ അതിവേഗത്തിൽ ഇടിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് റോഡിലെ ബാരിയറുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കേസിൽ അന്വേഷണം ആരംഭിച്ചതായും പ്രതിയെ ചോദ്യം ചെയ്ത് കുറ്റം ബോധ്യപ്പെടുത്തിയതായും ട്രാഫിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. വിചാരണയ്ക്കായി പ്രതിയെ ഉടൻ തന്നെ ക്രിമിനൽ കോടതിക്ക് കൈമാറും. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.